ഇന്നെങ്കിലും കളിക്കണ്ടേ നീ? എന്തൊട്ട് പേടുത്തുറിയടാ നീ? പോടാ എന്താ വാടാ പോടാ കളിക്കടാ. എന്താടാ? ഒന്നുമില്ല. ജോർജേട്ടൻ തെറിച്ചോ? അവന് പറഞ്ഞ ഞാനാ കളിച്ചാലാ? അതിപ്പോ ഹൈ ഞാൻ കളിക്കാന്ന്. ജോർജ് അവിടെ പെണ്ണ് വെയിറ്റിംഗ് ആട്ടാ. നിന്റെ ലൈഫ് വെച്ച് കളിക്കല്ലേട്ടാ. ജോർജ് വെറും കളി കളിക്കില്ല. കളിക്കുകയാണെങ്കിൽ ബെറ്റ് വെച്ചുള്ള കളി. നല്ലൊരു കോമ്പറ്റീഷൻ മൈൻഡ് വരുള്ളൂ. ജോർജ് എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള പെണ്ണാ ജോർജ്. അത് ഹൈ അങ്ങോട്ട് പോകാനുള്ള ഡീസൽ അടിക്കാനുള്ള കാശ് വേണ്ട. ഒരു 2000 ഗാന്ധി പടക്കട്ടെ. ധൈര്യമുള്ള ആണാണെങ്കിൽ നീ ജോർജിനോട് കളിണ്ടാ. ചെക്കനെ പേടിപ്പിക്കണ്ടാ. ഹായ്, ഈ വീട് സ്ഥലവും കണ്ടിട്ട് പെണ്ണ് നല്ല സുന്ദരിയാന്ന് തോന്നണ അല്ലേ? നീ തല വഴിയാണ് ജട്ടീറിനെ. ജെട്ടിയല്ലത് ബന്ധാനെ പുതിയ സ്റ്റൈലാടാ. പെൺകുട്ടി പ്ലേ അറിയാണ്ട് എനിക്ക് മുടിയില്ല എന്നുള്ളത്. മുടിയില്ല എന്നുള്ളത് ഓക്കെ, പക്ഷെ തലച്ചോറില്ല എന്നുള്ള അവൾ അറിയില്ലേ? കൊറേ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത സായിപ്പന്മാര് അറിഞ്ഞിരിക്കാ ബ്ലഡി ഫൂൾസ്. നിനക്കിപ്പോ കൊറേ അറിയാലോ. അതല്ലേ ഞാൻ 2 വാക്കിൽ നിർത്തിയത്. കുറച്ച് ഡീസന്റ് ആയിക്കോളൂട്ടാ. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ ഇരുന്നോടാ. ഞാൻ പെൺകുട്ടിയോട് തനിച്ച് സംസാരിക്കുമ്പോ തെണ്ടിയോട് ഒളിഞ്ഞു നോക്കണമെന്ന് പറഞ്ഞോളൂട്ടോ ജോർജ്. സംസാരിക്കുമ്പോ ഞാൻ ഒളിഞ്ഞു നോക്കില്ലടാ. ഇതിലാരണവ പെണ്ണിന്റെ പെൺ. ഇതാണ് നമ്മുടെ പയ്യൻ. നമോഭാഗം. ഇനി എന്തുട്ടാ എല്ലാരും നോക്കിക്കണേ. അങ്ങടെ അകത്തേക്ക് കയറാന്ന്. ചായലും പലഹാരത്തിലും അങ്ങളെ ഒരു 2000 മണീസ് എടുക്കണ്ടാവോ? ഹൈ കടായിട്ട് വേണ്ടെന്ന്. അവന് കൊടുക്കണ സ്ത്രീധനത്തിന് മൈനസ് ചെയ്താ മതിന്ന്. ഹൈ എന്തുട്ട് ഇങ്ങനെ വാപിടിച്ച് നോക്കിക്കണേ. നമ്മളൊരു ഫാമിലി ആവാൻ പോകുമ്പോഴാ ക്യാഷ് ഉണ്ടല്ലോ. പിന്നെ എന്തുട്ട് ഹാങ് ആയി നിക്കണേ. നീ ബെറ്റാശി പിടിച്ചേ. ജോർജ് ഇന്നവരോരിടത്ത് കടം വെച്ചിട്ടില്ല. ഞാൻ ജോർജിന്റെ അടുത്ത് പറഞ്ഞല്ലേ കളിക്കണ്ടെന്ന്. കാശ് വെച്ച് കളിച്ചു, തോറ്റു. കാശ് തരുകയും ചെയ്തു. നീ ഇതിനെ കുറിച്ച് നോ ട്രോളിങ്. ഓക്കെ, നീ എന്നിട്ട് നോക്കണേ. തീർച്ചയായും ഹൈ അപ്പളേക്ക് പെണ്ണാണ്ട് ഇറങ്ങിയ ഞാൻ കണ്ടില്ല. ഞങ്ങളും കണ്ടില്ല. നീ ആ ചുള്ളമാർക്ക് കൊടുക്കാൻ ഈ അപ്പങ്കടിയുടെ പൈസ വാങ്ങിയോ ജോർജ്? ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ പല ഡീലിങ്സ് ഉണ്ടാവും. ഇവിടെ ഇപ്പൊ എന്തൊട്ടുണ്ടായേ? എന്തൊട്ടുണ്ടായെന്നാ? എണീക്കടാ നാണുണ്ടാ നിനക്കൊക്കെ. പെണ്ണ് കാണാൻ വന്ന വീട്ടിൽ നിന്ന് പെണ്ണിനെ പോലും കാണാണ്ട് സ്ത്രീധനത്തിന്റെ അറ്റൻഷൻ മേടിക്കാൻ നടക്കണേ. ഇറങ്ങിപ്പോടാ. അയാൾ അങ്ങനെ പറഞ്ഞ. അപ്പൊ നീ പെണ്ണെ കണ്ടിട്ടേ ഇല്ല? അയാള് കെട്ടിച്ച് തരോ തരാതിരിക്കോ അത് അയാളുടെ ഇഷ്ടം. പക്ഷേ നമ്മള് വണ്ടി ഓടിച്ച് ഇതുവരെ വന്നിണ്ടെങ്കി ആ പെണ്ണിനെ നമ്മൾ കണ്ടിട്ടേ പോവുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എടാ നിക്കണ കൊരട്ടയാണ് പെണ്ണിന്റെ അപ്പൻ, കൂടെ നിക്കണ പരട്ടയാണ് തള്ള. ഇവർ രണ്ടുപേരും കൂടി ഈ സംവിധാനം ചെയ്ത് നിർമ്മിച്ച പടം നമുക്ക് ടിക്കറ്റ് എടുത്ത് കാണണോ? നമുക്ക് അതിനെ തുടങ്ങാം. നമ്മുടെ കുള്ളൻ ചെക്കനെ, സോറിട്ടാ ചുള്ളൻ ചെക്കനെ തന്റെ ചട വരുത്തി മോളെ എഴുന്നള്ളിച്ച് കാണിച്ചാൽ എന്താ ചറ്റേന്ന് വെച്ച് നൈസായിട്ട് തുടങ്ങാന്ന്. നിങ്ങളിട് വന്നേ. നിക്കാനല്ലേ പറഞ്ഞേ? നിക്കല്ലേ. ഒരു ഗഡി ബേസിന്റെ പേരില് ഞാനൊരു 2000 ബക്സ് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഈ പിള്ളേരെ ഇറക്കി വിടുക. ആദ്യം നീ ഇറങ്ങിപ്പോടാ. പെണ്ണ് കാണാൻ വിളിച്ചിട്ടുണ്ടെങ്കി പെണ്ണിനെ കണ്ടിട്ട് നമ്മള് പോളൂ. ചർച്ചിട്ടാ എങ്ങടാ? ഇവിടെ ബ്ലോക്ക് ആണല്ലോ. എന്നാ പിന്നെ നമുക്ക് തൃശ്ശൂർ റൗണ്ട് വഴി പിടിക്കടാ. ചുരുള കഴുത്തറത്തളഞ്ഞു കേട്ടാ. സഹകരണത്തെ ടീമായി പോലെ അവിടെ പോയി. കുട്ടിയെ എന്തുട്ടി ഇരിപ്പാണത്? ഇവര് സംവിധാനം ചെയ്ത പടം ബാഹുബലിയാട്ടാ. എന്റെ പേര് വാൾട്ടർ വർഗീസ്. എപ്പോ വാവാന്ന് വിളിക്കും. കുട്ടിയെന്നെ വാവ് എന്ന് വിളിച്ചോളൂ. മഹാഭാവികളെ എന്റെ മോളൊന്നും ചെയ്യില്ല. മോളെ മോളെ നീയൊക്കെ ഇപ്പൊ ഇവിടെ ഇറങ്ങിയില്ലെങ്കിലേ ഞാൻ പോലീസിനെ വിളിക്കും. ആന്റി ബൈ ദ ബൈ എന്തുട്ടുണ്ട്?
ഡാഡി എന്നോട് ക്ഷമിക്കുന്നുണ്ട് ഡാഡി, എനിക്ക് അറിയാണ്ട് പറ്റിപ്പോയതാ. അങ്കിളെ ഇതെങ്ങനെ ഒപ്പിച്ച്? ഈ നിർമ്മാണത്തിൽ പങ്കാളികളുണ്ടോ? സായിപ്പെടുന്നു അങ്ങളെ ആ 2000 രൂപയ്ക്ക് പകരം ഞാൻ ഒരു 4000 രൂപ പെട്ടെന്നെങ്കിലും ഒപ്പിച്ചുകൊണ്ടാ ഈ പ്രോബ്ലം ഒന്ന് കോംപ്രമൈസ് ആക്കാൻ പറ്റുമോ? ഇവനെ കുട്ടീനെ ഒരുപാട് ആശിച്ചു പോയിന്ന്. ആ പുറകെ കൈ പിടിച്ചിരിക്കുന്ന ആ മോനോട് ഒന്ന് മുന്നോട്ട് വരാൻ പറയൂ. എന്റെ ഡാഡിനെ വിടറാ. Leave me alone. Please. എന്താ അങ്കിൾ? ഞങ്ങള് പറമ്പിലുണ്ടാവട്ടാ. ഇനി ആയിരുന്നൊരു കാര്യമുണ്ടോ ഡാഡി? മൂക്കില് പല്ല് പൊളിച്ചിട്ട് അവന്റെ കല്യാണം പെട്ടതലയൻ. അപ്പന്റെ തലപ്പിനെ കൊടുങ്കാടാണല്ലോ. ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ. നന്നെ കണ്ട എന്റെ അപ്പന്റെ പ്രായം തോന്നുമല്ലോ. അപ്പന്റെ അപ്പം ഞാനാ. ഒരു കണക്കിന് ഒരു കല്യാണാലോചന വന്നത്, അത് നശിപ്പിച്ച് വന്ന് നിൽക്കാണ്. എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. ഈ മനുഷ്യന് എന്തൊട്ട് ഒന്നും മിണ്ടാണ്ടിരിക്കണേ. നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ്ടോ അതോ ഞാൻ ഇറങ്ങി പോണോ? നീ എന്തുണ്ണ എന്നെ നോക്കണേ? അങ്കിളെ എന്താ ഈ തെങ്ങ വാഴ വെച്ച മതിയായിരുന്നു എന്നൊരു ഡയലോഗ് തോന്നിയാ? എന്തേ ഈ സിറ്റുവേഷനിൽ പടയ്ക്കാൻ പറ്റിയ ആപ്റ്റ് ഡയലോഗ് ആയിരുന്നത്. തെങ്ങ് വാഴുന്ന മുറുക്കാണ്ട നല്ല മുള്ളു മുറുക്ക്. നിനക്ക് എന്തിനാ സിറ്റുവേഷൻ നൈസൊക്കെ നോക്കിയതല്ലേ? എന്തരാ അപ്പന്റെ തുണി സാധനങ്ങളും ഈ പ്രായത്തിൽ എന്നെ അപ്പനെ പിടിക്കാ പോവാ. ഒന്നും ഞാൻ പോണ പ്രശ്നമൊന്നുമില്ല. നീ ഇവിടുന്ന് ഇറങ്ങി പോണം. അതതിനേക്കാളും കുഴപ്പമില്ല അങ്ങളെ. എന്താ വയസ്സായ മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് ആരോഗ്യയുടെ കാത്തറിനെ ചെറുപ്പക്കാരെ പുറത്ത് അടിച്ചു വിളിക്കണം നാട്ടുകാർ പറഞ്ഞ മോശമല്ലേ? 10 പൈസക്ക് ഗതിയില്ലാത്തവൻ എന്തുട്ടെടുത്തിട്ട് അടിച്ചു വിളിക്കാനാ? അങ്ങനെയൊന്നും പറയല അങ്ങളെ. 5 പൈസക്ക് ഗതിയില്ലാത്ത ഞാൻ അടിച്ചു വിളിക്കണതോ? നീ ഒറ്റ നാശക്കണം തന്നെ വേണം ആദ്യം തല്ലാൻ. ഇതാണ് എല്ലാ അപ്പന്മാരെയും പ്രശ്നം. അങ്കിൾ ഒരു കാര്യം അറിയോ? ചരിത്രത്തിൽ പേരുണ്ടാക്കിയിട്ടുള്ളതേ അപ്പന്മാരല്ല മക്കളാ. ഉദാഹരണത്തിന് മമ്മൂക്ക, ലാലേട്ടൻ ഇവരുടെയൊക്കെ അപ്പന്മാരുടെ പേരറിയോ? അതുപോട്ടെ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി, അദ്ദേഹത്തിന്റെ അപ്പന്റെ പേര് അതെനിക്കറിയാം. കരമന ജനാർദ്ദനൻ ഗാന്ധി വല്ലൊക്കെ പറയിട്ടാ. ഒരു കാര്യ പറഞ്ഞേക്കാം. ഒരു ദിവസം വളർന്ന് വലുതായി പന്തലിച്ച് നമ്മടൊക്കെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അപ്പനാന്ന് പറഞ്ഞ് പോർക്കടക്കണ കണ്ടിട്ടുണ്ടല്ല. നേരത്തെ പറഞ്ഞില്ല ഒരു മുള്ളുമുറുക്ക്, അത് കെട്ടിട്ട് എന്തുട്ടപ്പൻ നീ പുറത്തിറങ്ങി അടിച്ച് നേരപ്പാക്കി ഞാൻ. നീ എന്തൊട്ട് നോക്കി ഇങ്ങനെ പുറത്തു പോടാ. ഞാൻ ആ തണ്ടിയോടെ പറഞ്ഞ പുറത്തു പോവാൻ. ഞാനും പുറത്തു പോടാ ഉള്ള കാര്യ പറഞ്ഞേക്കാം. ഇവിടെ എന്തുണ്ടായേ?